അല്ല പൊന്നീച്ച പാർന്ന പോലും കിട്ടി കഴിഞ്ഞാൽ അവൻ്റെ ആ പരിപാടി അവനങ്ങ് നിർത്തും. എന്നെ അടിച്ചവൻ ആരാണെന്ന് എനിക്ക് അറിയണം എന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് പറയുന്നത്. അന്ന് ഇതുപോലെ വിനായകൻ പറഞ്ഞ വേറെ ഡയലോഗ് ഉണ്ട്, എൻ്റെ ഫോൺ എടുത്തോണ്ട് പോയത് ആരാണെന്ന് എനിക്ക് അറിയണം. അന്ന് ഇത് തന്നെ വിനായകൻ പറഞ്ഞത് സെയിം ഡയലോഗ്. പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് എന്ത് തോന്നിവാസവും കാണിക്കാൻ തന്നെ ആരും ഒന്നും ചെയ്യില്ല, കാരണം താൻ ദളിതനാണല്ലോ. അപ്പോൾ ആരും ഒന്നും ചെയ്യില്ല. താഴ്ന്ന ജാതിയിൽപ്പെട്ടവരെ ചെയ്താൽ ചോദിക്കാൻ നിയമമുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അഹങ്കാരമാണ് വിനായകൻ്റെ ഉള്ളിൽ. ആ അഹങ്കാരവും താൻ സിനിമാ നടനാണെന്നുള്ള ചിന്താഗതിയും അല്ലെങ്കിൽ താൻ വലിയ മറ്റെന്തോ ആണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വിനായകൻ ഈ പരിപാടി ചെയ്യുന്നത്. ഇവിടെ ജാതിയുടെ ഒരു പരിഗണനയും കൊടുക്കാൻ പാടില്ല. മനുഷ്യൻ തെറ്റ് ചെയ്തവൻ ആരാണെങ്കിലും അത് കുറ്റം തന്നെയാണ്. ആ ഒരു കുറ്റം വിനായകൻ ഇപ്പൊ അന്ന് വിനായകന് വലിയ പ്രശ്നമൊന്നുമില്ല, കാരണം വിനായകനെ സംരക്ഷിച്ചുകൊണ്ടും അംഗീകരിച്ചുകൊണ്ടും ഒരുപാട് ആളുകൾ രംഗത്തേക്ക് വന്നു. അപ്പോൾ വിനായകൻ മനസ്സിലായത് വിനായകൻ എന്ന് പറയുന്ന വലിയ ആളാണ്, വിനായകനെ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, തന്നെ ചെയ്താൽ ചോദിക്കാൻ 1000 സംഘടനകൾ വരുമെന്നൊക്കെയാണ്. ആ ചോദ്യം അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതിയാണ് അവൻ്റെ മനസ്സിൽ നിന്ന്, അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു ചിന്താഗതിയാണ് നമ്മൾ മാറ്റേണ്ടത്. അത് മാറ്റിയില്ലെങ്കിൽ വിനായകൻ ഇനിയും ഈ പരിപാടി തന്നെ ആവർത്തിക്കും. എന്തൊക്കെ പ്രഹസനങ്ങളാണല്ലേ, താൻ എന്തോ വലിയ സംഭവമാണ്, എങ്ങനെയെങ്കിലുമൊക്കെ